നമ്മൾ ആദ്യം പോകുന്നത് ഏറ്റവും ദുഃഖകരമായ വാർത്തയിലേക്കാണ്. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് കരിമ്പയിൽ ചരക്ക് ലോറി പാഞ്ഞു കയറി 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. കരിമ്പ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മിത, റിത, ഇർഫാന, ആയിഷ എന്നിവരാണ് മരിച്ചത്. സ്കൂളിലെ പരീക്ഷയ്ക്ക് ശേഷം നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് സിമന്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറിയത്. അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചു. ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഞങ്ങൾ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയാണ്. അവര് വെറുതെ മാന്തിട്ട് പോകും, ഓരോ വർഷം വന്ന് മാന്തിട്ട് പോകും. മരണം എത്ര മരണം ഇവിടെ സംഭവിച്ചു അറിയോ? എത്ര മരണം ഇവിടെ സംഭവിച്ചു? ഈ റോഡ് നേരെ പണിതിട്ടില്ലെങ്കിൽ ഒരു വണ്ടി ഇതിന് വിടില്ല, ഒരു വണ്ടി വിടില്ല. എല്ലാ പ്രാവശ്യവും ഇവിടെ ഇതേപോലെ ഒരു ചെറിയ മഴ പെയ്താൽ കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടികൾ ആക്സിഡന്റ് ആവില്ല. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 2-3 ജീവൻ പോകും. പോയി കഴിഞ്ഞാൽ ഇതേപോലെ ആൾക്കാർ വരും. ഇവർ വന്നിട്ട് പറയും ഇതിന് ഉചിതമായ തീരുമാനം എടുക്കാൻ വേണ്ടി ഇവരുടെ പാട്ടിന് ഒറ്റ പോകും. എന്നിട്ട് അടുത്ത പ്രാവശ്യം മരിക്കുമ്പോൾ ഇതേപോലെ വരും. വന്നിട്ട് ഇതേപോലെ അവർ തീരുമാനം എടുക്കും. ഇനി എന്തായാലും ഇതിന് തീരുമാനമാക്കാൻ വേണ്ടതാ. റോഡിൽ വന്നിട്ട് കുറെ വറി ഉണ്ടാക്കിയിട്ട് ഇവരുടെ പാട്ടിന് പോയി. ഇതിപ്പോ അടുത്ത മരണം വന്നില്ലേ? ഇനി ഇവരിനെ വിട്ട് കഴിഞ്ഞാൽ അടുത്ത 3 ആൾ മരിക്കണം. മരിച്ചാൽ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കോളൂ. അപ്പൊ അതിലും നല്ല എന്തിനാ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ കളക്ടേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉള്ള കാരണം ഇത് ഇവിടുന്ന് തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. ഗുരുതര പരിക്കുകളൊന്നുമില്ല. ക്ലീനറുടെ കാലിൽ ഫ്രാക്ചർ ഉണ്ടെന്ന് ഡൗട്ടുണ്ട്. എക്സ്റേ എടുത്ത് ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അവർ ഇവിടെ വന്നപ്പോൾ ബ്രോഡഡ് ആയിരുന്നു. അവരെ ഇപ്പോൾ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബോഡി കാസർഗോഡുകാരാണ്. മലയാളികൾ തന്നെയാണ്. ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു മഹേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ ക്ലീനർ എന്ന് പറയുന്നത് ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാളാണ്. ചെറിയ പരിക്കുകളുണ്ട്. ഇല്ല, കാര്യമായ പരിക്കുകൾ. അത് ഡോക്ടേഴ്സ് കണ്ടിട്ട് തീരുമാനിക്കും. പോലീസുണ്ട്, കൂടെ ഉണ്ട്. പോലീസ് അവരോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്. അവർ പോലീസ് നോക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപകടത്തിൽ ജില്ലാ കളക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. അപകടമുണ്ടായ പനയമ്പാടത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ്, ഒപ്പം തന്നെ മദർ കെയർ ആശുപത്രിയിൽ നിന്ന് വിപിൻ സി വിജയൻ എന്നിവർ തത്സമയം. ആദ്യം വിപിൻ സി വിജയനിലേക്ക്. വിപിൻ, അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? അനുജ, ഇവിടെയാണ് ആ 4 കുട്ടികളിൽ ഇർഫാനയെ ഇങ്ങോട്ടേക്കാണ് ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ഇർഫാനെ ഇവിടെ എത്തിയപ്പോഴേക്കും തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ PRO പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഇവിടെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇങ്ങനെ 2 പേർ മാത്രമാണ് ഇപ്പോൾ ഈ മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ മഹേന്ദ്ര പ്രസാദ് എന്നുള്ള കാസർഗോഡുകാരൻ, അതുപോലെ തന്നെ വർഗീസ് എന്ന 2 പേരും കാസർഗോഡ് സ്വദേശികൾ തന്നെയാണ്. ഈ 2 പേരാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. അതിൽ വർഗീസ് ക്ലീനറും മഹേന്ദ്ര പ്രസാദാണ് വാഹനം ഓടിക്കുകയും ചെയ്തിരുന്നത്. അതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമുള്ള പരിക്കല്ല. വർഗീസിന്റെ കാലിനാണ് ഇപ്പോൾ പരിക്ക് ഏറ്റിരിക്കുന്നത്. മഹേന്ദ്രപ്രസാദ് വാഹനം ഓടിച്ചിരുന്ന മഹേന്ദ്രപ്രസാദ് ആ സമയമായപ്പോഴേക്കും വാഹനത്തിൽ നിന്ന് ചാടിയിരുന്നു. അതിന്റെ നിയന്ത്രണം വിട്ടപ്പോൾ തന്നെ വാഹനത്തിൽ നിന്ന് ചാടിയിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ മഹേന്ദ്രപ്രസാദിന് ഇപ്പോൾ വലിയ സാരമായിട്ടുള്ള പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതും PRO പറയുന്നുണ്ട്. ഇവിടെ പോലീസ് വിശദമായിട്ടുള്ള മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൊഴി എടുത്തതിന് ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കയറാനോ അവരെ കാണുന്നതിനോ ഒന്നും തന്നെ അനുവാദമില്ല. പോലീസ് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ 2 പേരുടെയും. അവർ അപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഇവിടെ ചികിത്സയിലുള്ളത്. ഇർഫാനയുടെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇസാഫ് ആശുപത്രിയിലാണ് മറ്റു 3 കുഞ്ഞുങ്ങളുടെയും മൃതദേഹമുള്ളത്. അതും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. അങ്ങനെ ഈ 4 മൃതദേഹങ്ങളും ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരിക്കും നടക്കുക. ഇപ്പോൾ 2 പേർ, അതായത് ഈ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഇവിടെ ചികിത്സയിൽ തുടരുന്നു. അനുജ, പാലക്കാട് മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ നിന്നാണ് വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകിയത്. ഈ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും അവിടെ ചികിത്സയിലാണ്. അവരുടെ പരുക്ക് ഗുരുതരമല്ല എന്നതാണ് വിവരം. ഇനി പനയമ്പാടത്തേക്കാണ്. അവിടെ നിന്ന് നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, അവിടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. മണിക്കൂറുകൾ നീളുന്ന പ്രതിഷേധം. അല്പസമയം മുൻപ് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അതിന് മുൻപായി അപകടം സംഭവിച്ചത് എങ്ങനെയാണ്? ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ലോറി. ഈ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ റോഡിൽ വാഹനങ്ങളൊക്കെ ഗ്രിപ്പാകുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം നിരന്തരം ഇതൊരു അപകട മേഖല തന്നെയാണ്. ഇത് വലിയ വിശാലമായ റോഡാണ്. നന്നായി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും വാഹനങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഭാരമുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പരിമിതി ഉണ്ടാകാറുണ്ട്. മഴ കൂടെ ഉണ്ടെങ്കിൽ അല്പം കൂടി ആ പരിമിതി എന്ന് പറയുന്നത്, ആ പ്രതിസന്ധി ഇരട്ടിയാകും. അത് തന്നെയായിരിക്കണം സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുട്ടികൾ കരിമ്പ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് തിരികെ മടങ്ങി വീടുകളിലേക്ക് പോകുന്ന കുട്ടികളായിരുന്നു.
ലോറി പാലക്കാട് ഭാഗത്ത് നിന്ന്, അപ്പൊ ആ ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിയന്ത്രണം വിട്ട് ഈ ലോറി പാഞ്ഞ് കുട്ടികളുടെ അരികിലേക്ക് ചെല്ലുന്നു. ഈ കുട്ടികളെയും ഇടിച്ച് മറിയുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ഇവിടേക്ക് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. വളരെ വേഗത്തിൽ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ അവർ വിവരം അറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് സംഘമടക്കം സംഭവ സ്ഥലത്ത് എത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ആദ്യം നാട്ടുകാർ തന്നെയാണ് തുടങ്ങിയത്. എന്നിരിക്കെയും ഇത് ഊർജിതമാക്കാൻ കഴിഞ്ഞത് ഫയർഫോഴ്സ് സംഘം JCB അടക്കം എത്തിച്ച ശേഷമാണ്. കാരണം കുട്ടികൾ ഈ ലോറിയുടെ ഒരു ഭാഗത്ത് അതിനടിയിൽ കിടക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികളെ പുറത്തെത്തിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു എന്നാണ് രക്ഷാപ്രവർത്തനം നടത്താൻ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഇസാഫ് ആശുപത്രിയിലും മദർ കെയർ ആശുപത്രിയിലും കുട്ടികളെ എത്തിച്ചെങ്കിലും ഈ 4 കുട്ടികൾക്ക് മരണം സംഭവിച്ചു. ഇസാഫിൽ 3 പേരും, ഒരാൾ മദർ ആശുപത്രിയിലുമാണ് ഉണ്ടായിരുന്നത്. 4 കുട്ടികളുടെയും ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയില്ല എന്നുള്ള നിലപാട് നാട്ടുകാർ സ്വീകരിച്ചു. കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിരന്തരം ഇങ്ങനെ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപകടം ഒരു തുടർക്കഥയാണ് ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ ഇനി അത് വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് റോഡ് നവീകരണം നടത്തും, അതായത് റോഡ് പൊളിച്ചു പണിയുമെന്നുള്ളൊരു ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അത്തരത്തിലുള്ളൊരു ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ അത് ഔദ്യോഗികമായി തങ്ങൾക്ക് എഴുതി നൽകിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന് അവർ അറിയിച്ചു. മണിക്കൂറുകളോളം വാഹനം ഇവിടെ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ADM സംഭവ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ച ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ രൂപമായിട്ടുള്ളത്. ഇപ്പോൾ നാളെ ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നു. ചർച്ച നടത്തി അവരുടെ പ്രശ്നത്തിന്, അവർ ഉന്നയിക്കുന്ന ഈ റോഡ് പൊളിച്ചു പണിയണമെന്നുള്ള ആവശ്യത്തിന് പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ചതും ഇപ്പോൾ ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതും. എന്തായാലും മരിച്ച 3 കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. മൃതദേഹം ഇനി ഒരാളുടെ കൂടി മൃതദേഹം അവിടേക്ക് എത്തിക്കും. ഇന്ന് തന്നെ സാധ്യമാകുമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടത്തുമെന്നാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതായത് ശാന്തകുമാരി MLA അടക്കം അല്പസമയം മുൻപ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഒരുപക്ഷെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള സാധ്യതയുമുണ്ട്. അനുജ, ഇത് സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഇടമാണ് എന്നുള്ളതാണല്ലോ നാട്ടുകാർ പ്രതിഷേധിച്ചുകൊണ്ട് എല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടിയത്. എന്തുകൊണ്ട് അതിലേക്ക് അധികൃതരുടെ ശ്രദ്ധ പതിഞ്ഞില്ല നിഖിൽ? അനുജ, ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇപ്പോൾ ഞാനുള്ളതിൻ്റെ ഈ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന പ്രദേശത്ത് ഒരു അപകടം നടന്നത്. ഒരു അപകടം നടക്കുകയും അവിടെ വെച്ച് 2 ബസ്സുകൾ കൂട്ടിയിടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ അന്ന് ആരും മരിച്ചില്ല. പക്ഷേ അതൊരു വലിയ അപകടം തന്നെയായിരുന്നു. അത്തരത്തിൽ ഇതൊരു സ്ഥിരം അപകട മേഖലയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിരന്തരം അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ള കാര്യവും നാട്ടുകാർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ പോലും നമുക്ക് ഈ ഒരു റോഡിൻ്റെ ഗ്രിപ്പില്ലായ്മ നമുക്ക് വളരെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് മന്ത്രി KB ഗണേഷ് കുമാർ സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ ഡ്രൈവറോ ക്ലീനറോ അടക്കം മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം അന്വേഷിക്കണം. എന്നാൽ അത്തരത്തിലുള്ള സാധ്യതകളൊന്നും ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ ലോറി നിയന്ത്രണം വിട്ടത് തന്നെയാണ് അപകട കാരണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ റോഡിന്റെ അശാസ്ത്രീയത തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് പറയുന്നത് കേട്ട് ഇപ്പോൾ ഞങ്ങൾ മടങ്ങിപ്പോവുകയാണെങ്കിൽ ഇതൊരു തുടർക്കഥയാകും. ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇവിടെ അപകടത്തിൽപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകും. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ തുടക്കം മുതലുള്ള വാദം. അതുകൊണ്ട് തന്നെയാണ് ഏറെ പ്രയാസമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവരുടെ പ്രതിഷേധം തുടർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒക്കെ സംഭവ സ്ഥലത്തെത്തി ആളുകളുമായി സംസാരിച്ചെങ്കിലും ആളുകൾ അതിന് വഴങ്ങാൻ തയ്യാറായില്ല. ഒടുവിൽ ADMുമായി നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് അവർ അനുനയിക്കപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റു പ്രശ്നങ്ങളില്ല. രണ്ട് വഴിയിലൂടെയും, അതായത് പാലക്കാട് ഭാഗത്തേക്കും മണ്ണാർക്കാട് ഭാഗത്തേക്കും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. മറ്റു പരിമിതികളില്ല. എന്തായാലും വേഗത്തിൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം വേഗത്തിലാക്കി കൊടുക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും മറ്റും ചേർന്ന് സ്വീകരിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. അനുജ, ഞാൻ നിഖിലിലേക്ക് എത്താം.